നമസ്കാരം. ചൈനയിൽ അംഗീകൃതമല്ലാത്ത ക്രിസ്ത്യൻ സഭകൾക്കും വിശ്വാസികൾക്കും നേരെ ഭരണകൂടം അടിച്ചമർത്തൽ ശക്തമാക്കുകയാണ്. 2026 ജനുവരി ആദ്യവാരം പുറത്തുവന്ന വാർത്തകൾ പ്രകാരം ചൈനയിലെ ഏറ്റവും പ്രശസ്തമായ സ്വതന്ത്ര സഭകളിലൊന്നായ ഏർലി റെയിൻ കവന്റ് ചർച്ചിന്റെ പ്രധാന നേതാക്കളെ അധികൃതർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പുതിയ അടിച്ചമർത്തൽ നടപടികളെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ ഇങ്ങനെയാണ്. ചെങ്ടുവിലെ അറസ്റ്റുകൾ. ജനുവരി 6-ന് ചെങ്ടുവിലെ സഭയുടെ ഓഫീസിലും നേതാക്കളുടെ വീടുകളിലും പോലീസ് റെയ്ഡ് നടത്തി. 9 പേരെ കസ്റ്റഡിയിലെടുത്തതായി സഭ അറിയിച്ചു. പ്രധാന നേതാക്കൾ സഭാ നേതാവായ ലീ യിങ്യാങ്, അദ്ദേഹത്തിന്റെ ഭാര്യ ഷാങ് സീന്യു എന്നിവർ അറസ്റ്റിലായവരിൽ ഉൾപ്പെടുന്നു. ലീ യിങ്യാനെതിരെ കലഹമുണ്ടാക്കാൻ പ്രേരിപ്പിച്ചു എന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. ഇനി അറസ്റ്റ് ചെയ്യപ്പെട്ട 9 പേരിൽ 5 പേരെ പിന്നീട് വിട്ടയച്ചിട്ടുണ്ട്. വെൻഷാവിലെ സഭ പൊളിച്ചു നീക്കൽ. ചെങ്ടുവിലെ അറസ്റ്റുകൾ നടക്കുന്ന അതേ സമയം തന്നെ ചൈനയുടെ ജെറുസലേം എന്നറിയപ്പെടുന്ന വെൻഷാവിൽ യായാങ് ചർച്ച് എന്ന പള്ളി കെട്ടിടം അധികൃതർ പൊളിച്ചു നീക്കാൻ തുടങ്ങി. 100 കണക്കിന് പോലീസുകാരുടെയും ബുൾഡോസറുകളുടെയും സഹായത്തോടെയായിരുന്നു ഈ നടപടികൾ കടുപ്പിക്കാനുള്ള പ്രധാന കാരണങ്ങൾ: ചൈനയിലെ എല്ലാ മതവിഭാഗങ്ങളും സർക്കാർ അംഗീകരിച്ച സ്ഥാപനങ്ങൾക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്യണമെന്ന നിയമം കർശനമാക്കിയിരിക്കുകയാണ്. ഇതിന് തയ്യാറാകാത്ത ഹൗസ് ചർച്ചുകളെ സർക്കാർ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കുന്നു. മുമ്പ് ഇത്തരം നേതാക്കൾക്ക് ആദ്യം താക്കീതും പിന്നീട് പിഴയുമാണ് നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ നേരിട്ടുള്ള അറസ്റ്റിലേക്കും തടങ്കലിലേക്കും പോലീസ് മാറുന്നത് നടപടികൾ കൂടുതൽ ശക്തമാകുന്നതിന്റെ സൂചനയായി മനുഷ്യാവകാശ സംഘടനകൾ വിലയിരുത്തുന്നുണ്ട്. ഇതിനു മുമ്പ് 2025 ഒക്ടോബറിൽ ബീജിംഗിലെ പ്രമുഖ സ്വതന്ത്ര സഭയായ സിയോൺ ചർച്ചിലെ 28ഓളം നേതാക്കളെയും അധികൃതർ അറസ്റ്റ് ചെയ്തിരുന്നു. ഇത്തരത്തിൽ രാജ്യത്തുടനീളം സ്വതന്ത്ര സഭകൾക്കെതിരെ ഏകോപിപ്പിച്ച നീക്കങ്ങളാണ് നടക്കുന്നത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിന് വിധേയമല്ലാത്ത ഏത് മതപ്രവർത്തനങ്ങളെയും അടിച്ചമർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കങ്ങൾ നടത്തുന്നത്. ചൈനയിൽ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 44 ദശലക്ഷം ക്രിസ്ത്യാനികൾ ഉണ്ടെങ്കിലും സ്വതന്ത്ര സഭകളിൽ പോകുന്നവരെ കൂടി കണക്കാക്കിയാൽ ഇത് 100 ദശലക്ഷത്തിന് മുകളിൽ വരുമെന്ന് കരുതപ്പെടുന്നുണ്ട്. ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളുടെ പ്രതികരണങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ചൈനയിലെ പുതിയ മതനിയമങ്ങളെക്കുറിച്ചോ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും ചൈനയുടെ ജെറുസലേം എന്നറിയപ്പെടുന്ന വെൻഷൌവിൽ യായാങ് പള്ളി കെട്ടിടം തകർക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പള്ളിക്ക് ചുറ്റും 100 കണക്കിന് സായുധ പോലീസിനെ വിന്യസിച്ച ശേഷമായിരുന്നു ബുൾഡോസറുകൾ ഉപയോഗിച്ചുള്ള നടപടി. സമീപവാസികളെ ഒഴിപ്പിക്കുകയും ഫോട്ടോയോ വീഡിയോയോ എടുക്കുന്നത് അധികൃതർ വിലക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ചൈനയിൽ അംഗീകൃതമല്ലാത്ത ക്രിസ്ത്യൻ സഭകൾക്കും വിശ്വാസികൾക്കും നേരെ ഭരണകൂടം അടിച്ചമർത്തൽ ശക്തമാക്കുമ്പോൾ CPM ഇവിടെ മൗനത്തിലാണ് എന്ന് വേണം പറയാൻ. ഇന്ത്യയിലെ ന്യൂനപക്ഷ അവകാശങ്ങൾക്കായി തെരുവിൽ പ്രതിഷേധം നയിക്കുകയും മണിപ്പൂരിലും ഛത്തീസ്ഗഡിലും നടക്കുന്ന സംഭവങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയും ചെയ്യുന്ന CPM നേതൃത്വം ചൈനയിലെ ക്രിസ്ത്യൻ വേട്ടയിൽ പുലർത്തുന്ന മൗനം വാചാലമാകുന്നു. ചൈനയിലെ ഷീ ജിൻപിങ് ഭരണകൂടം പള്ളികൾ ബുൾഡോസർ വെച്ച് തകർക്കുകയും പ്രമുഖ സഭാ നേതാക്കളെ തടവിലാക്കുകയും ചെയ്യുമ്പോഴും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതൃത്വം ഇതിനെതിരെ ഒരു വാക്കുപോലും ഉരിയാടാത്തത് ഇരട്ടത്താപ്പാണെന്ന വിമർശനം ശക്തമാണ്.